ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പ്ലീസ് മൈൻഡ് യുവർ സെൽഫ് നോട്ട് അതേഴ്സ്. അതായത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിനൊരു കൂടുതൽ ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ. അവിടെ എന്താണ് നടക്കണേ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണ് പോണേ, ഈ പുറത്ത് കാണുന്നത് പോലെ തന്നെയാണോ എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കാനുണ്ടാവും, പക്ഷെ നമുക്കതൊന്നും നോക്കാൻ സമയമില്ല. നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാനുള്ള ഒരു എന്താ പറയുക വ്യഗ്രത എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ ഞാനിത് പറയാനുണ്ടായ, അതായത് ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുണ്ടായ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവള് മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 1 ഇയർ അടുത്തെത്താൻ പോകുന്നു. 1 ഇയർ ആയില്ല, അടുത്തെത്താൻ പോകുന്നു. ഒരു മാസം കൂടെ ഉള്ളൂ 1 ഇയർ ആവാനിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഫ്രണ്ടിന്റെ ഒരു തൊട്ടടുത്ത ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഡെലിവറി ആവാൻ പോവാ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞുങ്ങളുടെ പേരിന്റെ സജഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഈ 1 ഇയർ കഴിഞ്ഞ കുട്ടിയോട് മറ്റേ ഫ്രണ്ട് ചോദിക്കുകയാണ്, എടാ എനിക്കൊരു കുഞ്ഞിന്റെ ഒരു പേര് കുറെ സജഷൻ തരണം, പേ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ. അപ്പം ഇത് കേട്ട് നിന്നുകൊണ്ടിരുന്ന നമ്മുടെ അത്ര എന്താ പറയാ ഒരു പരിചയക്കാരിയൊന്നും അല്ലാത്തൊരു സ്ത്രീ വന്നിട്ട് പറയുന്നു, നീ അവളെ പറഞ്ഞ് വിഷമിപ്പിക്കാതെ കൊച്ചെ, എന്തിനാ നീ അതിനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത് എന്ന്. അപ്പം ആ ചുരുക്കം പറഞ്ഞാൽ ആ കുട്ടി ഇത് കേട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിന്നു. എന്ന് വെച്ചാൽ എന്താ ഇവര് പറയണേന്നുള്ള രണ്ടുപേർക്കും കാര്യം പിടികിട്ടിയില്ല. അപ്പം അവരെന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുണ്ടാവാതിരിക്കുകയാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ അവർ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ട്രൈ ചെയ്തിട്ട് കുഞ്ഞുണ്ടാവാതിരിക്കുക എന്നുള്ളത് അവർ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമുക്കറിയോ അവരെന്താ സത്യാവസ്ഥ, അവർ കുഞ്ഞു നോക്കാതിരിക്കുവാണോ, ഇനി അവർ ട്രീറ്റ്മെന്റിലാണോ, അവർക്ക് ഉണ്ടാവാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ സ്ത്രീ അവിടെ അത് പറഞ്ഞു കഴിഞ്ഞു, നീ അവിടെ വിഷമിക്കാതെ എന്നുള്ള. എന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ടാണെന്നുള്ള ഒരു രീതിയിൽ അവിടെ മുദ്ര കുത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാനതാ പറയണേ, എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്തത് കമന്റ് പറയാൻ പോകുന്നത്. പക്ഷെ അവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവര് കുഞ്ഞുണ്ടാവാതിരിക്കുകയോ ഒന്നും അല്ല. അവര് 1 ഇയർ ഇപ്പൊ ഇത്രയും നാൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ ഒരു വർഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മതി, കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ ഒക്കെ കരിയറൊക്കെ സെറ്റ് ആക്കിയിട്ട് മതി എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നമുക്കും മാനസികമായിട്ട് നമുക്കും കുറച്ച് ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടായത് കൊണ്ട് തന്നെ അവർ നീട്ടി വെച്ചതാണ്. അപ്പം ഇൻ കേസ് ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ട്രീറ്റ്മെന്റിലാണെങ്കിലും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഇപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൂടെ അവർ കടന്നു പോകുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഓരോ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിയുമെന്ന് ഞാൻ ചിന്തിക്കാം. അപ്പൊ ഞാൻ പറയാം, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കമന്റ് പറയാൻ നിൽക്കുകയോ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സത്യാവസ്ഥ എന്ന് അറിയാതെ എന്താ നാളെ ഇവർക്കും കുട്ടികളുണ്ട്, ഇവർക്കും നാളെ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല അല്ലെ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ നാളെ എന്റെ സ്ഥിതി എന്താ എന്ന് എനിക്കറിയില്ല എന്ന് ഇവിടെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പറയാൻ. അപ്പം ആവശ്യമില്ലാത്ത കാര്യത്തൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ വെറുതെ കമന്റ് പറയാൻ പോകരുത്. അതുമൂലം നമ്മൾ മൂലം ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കാനിടയാവരുത്. നമുക്ക് ഒരിക്കലും പുറത്തുനിന്നുള്ളവരുടെ ചോദ്യം ഒരിക്കലും തിരുത്തില്ല. ഒരു കുട്ടി പഠിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10ഉം +2ഉം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്തിനു പോകും, ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജോലി ആയോ, ഇനി ജോലി ആയില്ലെങ്കിൽ എന്തുകൊണ്ട്, ഇനിയിപ്പോൾ കല്യാണം ആയില്ലേ, കുട്ടികളായില്ലേ, കുട്ടികൾക്ക് പേരിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. അപ്പൊ ചോദ്യങ്ങൾ എന്നും ഉണ്ടാവും. നമ്മൾ അത് പേടിച്ച് ഇരിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു പോവുക. മറ്റുള്ളവരുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും, നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ കുറയാൻ കാരണമാവുന്നത്. 5 സെക്കൻഡ് അപ്പിയറൻസ് റൂൾ എന്ന് പറഞ്ഞ റൂളിനെ പറ്റി ഞാൻ ഈയിടെ വായിക്കാൻ ഉണ്ടായി. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അയാൾക്ക് ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ഒരാളോട് പറയുള്ളൂ. ഒരാൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഈ സ്കിൻ ഭയങ്കര ഡള്ളായി പോയല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ മുടി മൊത്തം പൊഴിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ മുടി ഭയങ്കര ഇതായി പോയല്ലോ എന്ന് പറയുമ്പം അവർക്ക് പെട്ടെന്ന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഒരു 5 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ഡസ്റ്റ് ഇരിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൽ എന്തെങ്കിലും ഒരു ഫുഡ് പാർട്ടിക്കിൾ ഇരിക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് മാറി കിടക്കുന്നത് ഒന്ന് നേരെ ഇടാൻ പറയാം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 സെക്കൻഡ് കൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേസമയം നമുക്ക് ആ 5 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ശരിക്കും അവരുടെ ഒരു എന്താ പറയാ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അവിടെ കുറയ്ക്കുകയാണ് ചെയ്യണേ. അങ്ങനെ ഒരിക്കലും പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ
വിഷമിപ്പിക്കാൻ ഇടവരുത്തരുത്. കാരണം അവർക്ക് അവരെ നമുക്കറിയാവുന്നതിലും കൂടുതൽ അവർക്കറിയില്ലേ അല്ലേ? ഇപ്പം അവർക്ക് ഇപ്പൊ തടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ മുഖം ഫെയ്ഡായിട്ടുണ്ടെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്ന അവരായിരിക്കില്ലേ, അവർക്ക് അറിയായിരിക്കും. ഇപ്പോഴും നമ്മളത് പറഞ്ഞിട്ട് എന്താ പറയുക, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 5 seconds കൊണ്ട് മാറ്റാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ടിപ്സ് നമുക്ക് ഉപയോഗിക്കാം പറയുമ്പോൾ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലേ? നമ്മുടെ ഫ്രണ്ട്സിനോടായിട്ട്, നമ്മുടെ പാരൻസിനോടായിട്ട്, നമ്മുടെ ഹസ്ബൻഡിനോടായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടായിട്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പം നമുക്ക് ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്കൊരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും നമുക്ക് ഇറക്കി വെച്ച് ആ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അതിലെഴുതി അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പകുതി ടെൻഷൻസും നമുക്കൊരു പകുതി റിലീഫ് ആവുക. ഇൻ കേസ് നമ്മൾ മറ്റുള്ളവരോട് ഇത് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവര് നമ്മുടെ രീതികളാണല്ലോ നമ്മൾ ഒരാളോട് പറയണേ. അപ്പൊ നമ്മുടെ രീതികൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ രീതികൾ ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു വരും. കാരണം നമ്മുടെ തിങ്ക് ചെയ്യുന്ന ആ ഒരു വേ ആയിരിക്കില്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തി നമ്മളെ കുറിച്ച് ചിന്തിക്കണം. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത്, നമ്മൾ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ നമ്മുടെ നേച്ചറായിട്ടൊന്ന് ഇണങ്ങി ചേരാൻ ശ്രമിക്കാം. അതായത് ഇപ്പം നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു നടത്താവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇഷ്ടമുള്ള എന്തെങ്കിലും ഗാർഡനിങ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ നേച്ചറിനോട് ഇണങ്ങി ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡയറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി ഉള്ള ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അതായത് ഒരു ആത്മപരിശോധന നമ്മൾ ചെയ്യാറുണ്ടോ? അതായത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ശീലങ്ങളാണ് എൻ്റെ തെറ്റായിട്ടുള്ളത്, എന്തൊക്കെ ശീലങ്ങളാണ് ഞാൻ തിരുത്താനായിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇമോഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ലൈഫിൽ ഒരു ഇന്റൻഷൻ വെച്ച് നമ്മൾ ജീവിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവില്ല. പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാനും അല്ലെങ്കിൽ അനാവശ്യമായ കമന്റ്സ് പറയാനും നിൽക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുക. അപ്പോൾ പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, പ്ലീസ് മൈൻഡ് യുവർ സെൽഫ്, നോട്ട് അതേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.